ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. പ്രത്യേകമായിട്ട് ദ ഫീസ്റ്റ് ഓഫ് ചെയർ ഓഫ് സെന്റ് പീറ്റർ ദ അപ്പസ്റ്റൽ, തിരുനാളിൻ്റെ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തിൻ്റെ അവർക്ക് നേരുകയാണ്. 18-ാമത്തെ വചനത്തിൽ ഈശോ പത്രോസ്ലിഹായോട് പറയുകയാണ്, ശിമയോനെ, നീ ഇനി പത്രോസാണ്, നീ എന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ പണി, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഈശോ ശിമയോനെ അവൻ്റെ പേര് മാറ്റുകയാണ്. പുതിയ പേര് കെപ്പ, പത്രോസ്, റോക്ക്, പാറ എന്നർത്ഥം. പഴയതുപോലെയല്ല, നീ ഇനി സ്ട്രോങ് ആണ്, നീ ദൃഢമാണ്, നിന്നിൽ ഞാൻ എല്ലാ അധികാരവും ഏൽപ്പിക്കുകയാണ്. ഏറെ വിശ്വസ്തയോടെ ഈശോ തൻ്റെ സ്വർഗത്തിൻ്റെ അധികാരങ്ങൾ, സർവ്വ അധികാരങ്ങളും പത്രോസ്ലിഹാനെ ഏൽപ്പിക്കുകയാണ്. പത്രോസ്ലിഹ ഇതിനു മുമ്പ് പറയുന്നൊരു ഭാഗമുണ്ട്, ഒരു ദൈവിക വെളിപ്പെടുത്തൽ. ശരിക്കും പത്രോസ്ലിഹ അല്ല, മാനുഷികമായിട്ടല്ല, ഒരു ദൈവിക ജ്ഞാനം പത്രോസ്ലിഹയുടെ നാവിൽ നിന്ന് വരുന്നൊരു കാര്യം. പത്രോസ്ലിഹ ആവർത്തിച്ച് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അവിടെ ഈശോ പത്രോസ്ലിഹയോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇത് മാംസരക്തങ്ങളല്ല, മാനുഷികമായിട്ട് നീ പറഞ്ഞതല്ല, മറിച്ച് പത്രോസ്, നിന്റെ ബുദ്ധിക്കും കഴിവിനും അപ്പുറം, ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന അതിനുമപ്പുറം ഒരു പ്രഖ്യാപനമാണ് ഇവൻ നടത്തിയത്. താൻ അറിയാതെ തന്നെ പറഞ്ഞു പോയതാ തൻ്റെ നാവിലൂടെ ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു പുതിയ അറിവ്, ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസിൻ്റെ പ്രഖ്യാപനം അത് മാനുഷികമല്ല, അത് ദൈവികമാണ്. ശരിക്കുമുള്ള ജ്ഞാനം അതുതന്നെയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 ദൈവമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവികമായ ജ്ഞാനം നിറയ്ക്കുന്നത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു ദൈവിക ജ്ഞാനം എന്നിൽ നിറയണമെങ്കിൽ അത് ദൈവത്തോടുള്ള എൻ്റെ അടുപ്പത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. പത്രോസ്ലിഹായുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവിക ഇടപെടലുകളുണ്ട്. ഈശോ ഏറെ വിശ്വസ്തയോടെ പത്രോസ്ലിഹായ്ക്ക് താക്കോൽ ഏൽപ്പിക്കുകയാണ്, ലീഡർഷിപ്പിൻ്റെ താക്കോൽ ഏൽപ്പിക്കുകയാണ്. പക്ഷെ പത്രോസ്ലിഹ അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. 3 പ്രാവശ്യം ഈശോയെപ്പറ്റി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, വളരെ ഹൃദയത്തിൽ നിന്ന് വന്ന പത്രോസ്ലിഹ എന്തുമാത്രം സ്നേഹത്തോടെ ആ വാക്ക് പറഞ്ഞത്. അതേ പത്രോസ്ലിഹ തന്നെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പോൾ ഈശോയെ 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. സാധാരണ അധികാര സ്ഥാനത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ താക്കോൽ തിരിച്ചു മേടിക്കും. പരാജയപ്പെട്ടതിൻ്റെ കയ്യിൽ പിന്നീട് സാധാരണ ആ താക്കോൽ ഏൽപ്പിക്കാറില്ല. പക്ഷേ പത്രോസ്ലിഹായുടെ ആ താക്കോൽ തിരിച്ചു വാങ്ങുന്നില്ല ഈശോ. ആ താക്കോൽ അവന് തന്നെ ഏൽപ്പിക്കുന്നു. അതും മാനുഷികമായ ഇടപെടലല്ല, ദൈവിക ഇടപെടലുകളാണ്. നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കമ്മ്യൂണിറ്റികളിലും ഇത്തരം ഇടപെടലുകൾ വരട്ടെ. നമുക്ക് ചിലപ്പോൾ സൊസൈറ്റി ആയിക്കോട്ടെ, സമൂഹം ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് അവസരം കിട്ടുമ്പോൾ പലപ്പോഴും പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി, ഞാൻ കഴിവുള്ളവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടാറുണ്ട്. നമുക്ക് മുമ്പ് ചെയ്തിരുന്നവരുടെയൊക്കെ ചെയ്തികൾ പലതും ശരിയല്ല, ഞാനാണ് ശരി, ഞാനാണ് കഴിവുള്ളവൻ എന്ന് വരുത്തി തീർക്കാറുണ്ട്. കാരണം ആ താക്കോലുകൾ നമ്മുടെ കയ്യിൽ ഭദ്രമാകാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പരാജയപ്പെട്ടാലും തോറ്റാലും നീയായിട്ട് തന്നെ ജീവിക്കുക. എവിടെയെങ്കിലും വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ തള്ളിപ്പറയുന്നവനല്ല ക്രിസ്തു. അവൻ വീണ്ടും ചേർത്ത് വയ്ക്കുന്നവനാണ്. അവൻ വീണ്ടും വിശ്വസ്തയോടെ നിന്നെ കാണുന്നവനാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിശ്വസ്ത കുറവോ, ഏതെങ്കിലും കാര്യത്തിൽ ആത്മാർത്ഥത കുറവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ വീണ്ടും ക്രിസ്തുവിനടുക്കുമ്പോൾ അവൻ എന്നെ സ്നേഹത്തോടെ ചേർത്ത് വിളിക്കുന്നുണ്ട്. പത്രോസ്ലിഹായുടെ ജീവിതവും പത്രോസ്ലിഹായുടെ ക്രിസ്തു കാണിച്ച കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ മാതൃകയായി തീരട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.